അതോടൊപ്പം തന്നെ ഇറാനെ ഇനി പൂർണ്ണമായിട്ടും തകർക്കും വരെ യുദ്ധം തുടരുമെന്ന പ്രതികരണങ്ങളാണ് ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതൃത്വത്തിൽ നിന്നും വരുന്നത്. ഏതായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മധ്യസ്ഥ നീക്കങ്ങൾ എന്നത് അത്ര എളുപ്പമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണവും മാറ്റമില്ലാതെ തുടരുകയാണ്. കാരണം ഖത്തർ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്നലെ അറിയിച്ചിരുന്നു. ഇനിയും ഈ ആക്രമണം ഈ സ്വഭാവത്തിൽ തുടരുകയാണെങ്കിൽ അതിഭയാനകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ അതൊക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിഗണന പോലും നൽകാത്ത വിധത്തിലാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം തുടരുന്നത്. സൗദി അറേബ്യ, ബഹ്റൈൻ, UAE, ഖത്തർ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും, ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം ഫലപ്രദമായിട്ട് പരാജയപ്പെടുത്തിയതായിട്ടാണ് വിവിധ പ്രതിരോധ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കുന്നത്. ആർക്കെങ്കിലും പരിക്കേറ്റതായോ ആളപായം സംഭവിച്ചതായോ ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും ലഭ്യമായിട്ടുമില്ല. ജെൽസി.